നമസ്കാരം. ആദംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുവർണ. NIOS +2 അക്കൗണ്ടൻസിയുടെ എക്സാം ആണ് അടുത്ത ദിവസം. ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവേണ്ട ചില ടോപ്പിക്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അവസാന നിമിഷത്തിലും എന്താണ് പഠിച്ചുകൊണ്ട് പോവേണ്ടത് എന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ചില ടോപ്പിക്സ്, അതുപോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോവേണ്ട ചില ഫോർമാറ്റുകൾ, ഇതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകാം. അക്കൗണ്ടൻസിയുടെ എക്സാമിന് പോകുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കുക, നിങ്ങൾ ഉറപ്പായിട്ടും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ് എങ്കിലും പഠിച്ചു വെക്കണം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ ഉറപ്പായിട്ടും വരും. 5 മാർക്കിനായിരിക്കും ആ ഒരു ചോദ്യം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പാസ്സാവാൻ വേണ്ട മാർക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, 26 മാർക്കാണ്. അതിൽ 5 മാർക്ക് ഷുവർ ആയിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തവർക്ക് ആ ഒരു 5 മാർക്കും കിട്ടും. എന്നാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ പേടിച്ച് അത് ചെയ്യാതിരിക്കേണ്ട. നിങ്ങൾ ആ ഒരു ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള ഐറ്റങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി നമുക്ക് എഴുതാവുന്നുള്ളൂ, നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പ്രൊഫോമ എന്ന് പറയുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പെർട്ടിക്കുലേഴ്സ് ആയിട്ട് പഠിക്കേണ്ടത്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, താഴെ ആ ഒരു കൃത്യമായിട്ടുള്ള ലിസ്റ്റ് നോക്കുക. അതിൽ നിന്ന് ലെസ് ചെയ്യേണ്ട ഐറ്റംസ് നോക്കുക. പിന്നെ നോക്കിയാൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സേഷൻ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് കണ്ടല്ലോ അല്ലേ, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതും അതുപോലെ ലെസ് ചെയ്യുന്നതുമായിട്ടുള്ള, അതായത് A പാർട്ടും B പാർട്ടും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ ലെസ് ചെയ്യുന്നതും, അങ്ങനെ തുടങ്ങി ഇവിടെ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഫോർമാറ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോകണം. ശേഷം നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 5 മാർക്കിനോളം റേഷ്യോസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാം. അതായത് കറണ്ട് റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, ഇതൊക്കെ ഫോർമുലാസ് തന്നെ ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട്. കാൽക്കുലേഷൻ അല്ലാതെ ഫോർമുല എന്താണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോർമുല എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ള രീതിയിൽ കുറച്ച് തിയറിയുമായിട്ടൊക്കെ. അപ്പോൾ നിങ്ങൾ റേഷ്യോ പഠിക്കുമ്പോൾ ജസ്റ്റ് റേഷ്യോസിൻ്റെ ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ പോരാ, ആ റേഷ്യോ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ ആ റേഷ്യോവിനെ സംബന്ധിച്ചിട്ടുള്ള സിഗ്നിഫിക്കൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതും കൂടി ഒന്ന് പഠിക്കാം. നമുക്ക് ഏകദേശം ഒരു 5 മാർക്കിനോളം റേഷ്യോവിൻ്റെ ഏരിയയിൽ നിന്ന് വരും. കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? കറണ്ട് അസറ്റിനെ കറണ്ട് ലൈബിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ലിക്വിഡിറ്റി റേഷ്യോ കണ്ടുപിടിക്കാൻ ലിക്വിഡ് അസറ്റിനെ കറണ്ട് ലൈബിലിറ്റീസും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതുപോലെ ലിക്വിഡ് അസറ്റ്സ് അതിൽ നിന്ന് കണ്ടുപിടിക്കണമെങ്കിൽ കറണ്ട് അസറ്റ്സിൽ നിന്ന് ഇൻവെൻ്ററി പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ലെസ് ചെയ്താൽ മതി. അതുപോലെ പിന്നെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ ആണ്. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെൻ്ററി ചെയ്താൽ മതി. പിന്നെ ട്രേഡ് റെസീവബിൾ ടേൺ ഓവർ റേഷ്യോ ആണെങ്കിലോ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഡിവൈഡ് ബൈ ആവറേജ് ട്രേഡ് റെസീവബിൾസ് ചെയ്താൽ മതി. ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ ആണെങ്കിൽ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡ് ബൈ ആവറേജ് ട്രേഡ് പേയബിൾസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് ഓരോന്നിനും അറ്റ്ലീസ്റ്റ് ഓരോ പ്രോബ്ലംസ് എങ്കിലും നിങ്ങൾ ചെയ്തിട്ട് വേണം പോകാൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് അത് ചെയ്യുന്ന രീതി കൊടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ആ ഒരു പ്രോബ്ലം വീതമെങ്കിലും ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ. പിന്നെ നമ്മൾ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതുപോലെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ 3 യൂസസ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ ചോദ്യം വരും. എന്താണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. അതായത് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ പേ ചെയ്തോളാം എന്ന് കമ്മിറ്റ് ചെയ്തിട്ടുള്ള, ബൈ ചെയ്തോളാം എന്ന് എഗ്രി ചെയ്തിട്ടുള്ള ആ ഒരു ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ പാർട്ടിനെയാണ് നമ്മൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി 10 ലക്ഷം രൂപയുടെ ഷെയർ ഇഷ്യൂ ചെയ്തു, പക്ഷേ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തത് 8 ലക്ഷം രൂപയുടെ മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 8 ലക്ഷം രൂപയാണ്. ഇനി അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ സബ്സ്ക്രിപ്ഷൻ occurs when the number of shares applied for by the public is less than the number of shares issued by the company. ഇതൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. അതായത് ഒരു കമ്പനി 1 ലക്ഷം ഷെയർസ് ഇഷ്യൂ ചെയ്തു, പക്ഷേ ആപ്ലിക്കേഷൻസ് കിട്ടിയത് 80,000 ഷെയർസിനെ ഉള്ളെങ്കിൽ അവിടെ അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആണ് നടന്നിട്ടുള്ളത്. ഇനി സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ 3 യൂസസ് പറഞ്ഞാലോ? ടു അസർട്ടൈൻ ക്യാഷ് ബാലൻസ് ഓർ ക്യാഷ് പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ ക്യാഷ് ബാലൻസ്, ക്യാഷ് പൊസിഷൻ എന്നിവ മനസ്സിലാക്കുക. അടുത്തത് ടു നോ ദി എമൗണ്ട് ഡ്യൂ ഫ്രം ഡെപ്റ്റേഴ്സ് ആൻഡ് എമൗണ്ട് പേയബിൾ ടു ക്രെഡിറ്റേഴ്സ്. അതായത് ഡെപ്റ്റേഴ്സിൽ നിന്ന് എത്ര എമൗണ്ട് കിട്ടാനുണ്ട്,
എത്ര എമൗണ്ട് ക്രെഡിറ്റേഴ്സിന് പേ ചെയ്യാനുണ്ട് എന്നറിയുന്നതിന് വേണ്ടിയിട്ട്. അടുത്തത് ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് യൂസിങ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ 3 യൂസസ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. സിംഗിൾ എൻട്രി സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് വീണ്ടും നമ്മളോട് ചോദിക്കാൻ ഇടയുള്ള ചോദ്യം എന്ന് പറയുന്നത് നെറ്റ്വർത്ത് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ്സ് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളായിട്ട് ചോദിക്കാം. 3 മാർക്കിനാണ് ആ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. പിന്നെ റിയലൈസേഷൻ അക്കൗണ്ട് നിങ്ങൾ പഠിച്ചതാണ്. റിയലൈസേഷൻ അക്കൗണ്ട് റിലേറ്റ് ചെയ്തിട്ട് എപ്പോഴാണ് ഒരു റിയലൈസേഷൻ അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നത്? ഇൻ വാട്ട് റേഷ്യോ ഇറ്റ്സ് റിസൾട്ട് ഈസ് അഡ്ജസ്റ്റഡ് ഇൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ അതിൻ്റെ റിസൾട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണ്? ഇത്തരത്തിലുള്ള ചോദ്യം വരാം. അതായത് ഈ ട്രീറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ട് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന ചാപ്റ്ററിലാണ് ഈ റിയലൈസേഷൻ അക്കൗണ്ട് പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഒക്കെ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫോർമാറ്റൊക്കെ തന്നിട്ടുണ്ട്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിക്കണം. ഇവിടെ നോക്കിയേ, ഡെബിറ്റ് സൈഡിൽ നോക്കിയേ ഓൾ അസറ്റ്സ് അക്കൗണ്ടാണ് വരുന്നത്, എക്സെപ്റ്റ് ക്യാഷ് ഓർ ബാങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അതേസമയം ക്രെഡിറ്റ് സൈഡിൽ വരുമ്പം ഓൾ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് അക്കൗണ്ടാണ് വരുന്നത്. പിന്നെ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് പേയ്മെൻറ്റ് ഓഫ് എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ഇവിടെ എഴുതുന്നുണ്ട്. പിന്നെ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് റിയലൈസ്ഡ് ഓൺ സെയിൽ ഓഫ് വേരിയസ് അസറ്റ്സ്. ഏതൊക്കെ അസറ്റ്സ് ആണോ സെയിൽ ചെയ്യുന്നത് അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നുണ്ട്. അങ്ങനെ നമ്മൾ എഴുതേണ്ട ഐറ്റംസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫോർമാറ്റ് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഒരു പ്രോബ്ലം എങ്കിലും മിനിമം ചെയ്ത് നോക്കിയിട്ട് വേണം പോകാൻ. കാരണം ക്വസ്റ്റ്യൻ കണ്ടാൽ അത് ചെയ്യാൻ പറ്റണമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ പഠിച്ചു വെച്ചിട്ടും കൂടി പോവുക. അതുപോലെ തന്നെ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിൽ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പഠിക്കുന്നുണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പെർഫോമൻസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം അത് ചെയ്ത് നോക്കിയിട്ടും പോകണം. റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വരുന്ന ഐറ്റംസ് നോക്കിയേ. അസറ്റ്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുക. അതേസമയം അസറ്റ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കണ്ടാൽ ഏത് അസറ്റാണോ നമ്മൾ അതിൻ്റെ വാല്യൂ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ ലൈബിലിറ്റീസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കൊടുക്കുക. അതേപോലെ തന്നെ ലൈബിലിറ്റീസിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് സൈഡിലാണ് കൊടുക്കുക. അതുപോലെ അൺറെക്കോർഡഡ് ലൈബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ട്, റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഏതെങ്കിലും ലൈബിലിറ്റീസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടെങ്കിൽ റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഡെബിറ്റ് സൈഡിൽ എഴുതുക. അൺറെക്കോർഡഡ് അസറ്റ്സ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഓക്കെ, ഈ ഒരു രീതിയിൽ ഇത് പ്രിപ്പയർ ചെയ്യേണ്ട ആ ഒരു സ്റ്റെപ്സൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങളെ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു രീതിയിൽ വൃത്തിയായിട്ട് അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് വേണം പോവാൻ. പെർഫോമൻസ് നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിലുള്ള ജേണൽ എൻട്രീസ് പഠിക്കുക. അതായത് ഒരു പുതിയ പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു ബാലൻസ് ഷീറ്റ് തരും, അവർ പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന ആ ഒരു റേഷ്യോ തരും, പുതിയൊരു പാർട്ട്ണർ വന്നു എന്നും പറഞ്ഞിട്ട് കുറച്ച് ട്രാൻസാക്ഷൻസ് തരും. അപ്പോൾ എങ്ങനെയാണ് അത് എഴുതേണ്ടതെന്നുള്ള മോഡലൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചപ്പോൾ അതിൽ ആപ്ലിക്കേഷൻ മണി കിട്ടുമ്പോൾ, അലോട്ട്മെൻറ്റ് മണി കിട്ടുമ്പോൾ, അങ്ങനെ തുടങ്ങി അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് തരുമ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രീസ് എഴുതേണ്ടത് എന്നുള്ളത് പഠിക്കണം. അപ്പോൾ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഏതെങ്കിലും മോഡലുകളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അത്തരത്തിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, നല്ല രീതിയിൽ പ്രതീക്ഷിക്കാൻ പറ്റും. അതുപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലിമിറ്റേഷൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഉൾപ്പെടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലിമിറ്റേഷൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നും ഒക്കെ ഉള്ള രീതിയിൽ അത്രയും ഒരു 5 10 മാർക്കിന് വരും. അതായത് ഇപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളോട് ഒക്ടോബറിൽ, അതായത് 2024 ഒക്ടോബറിൽ ചോദിച്ചിട്ടുള്ള അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, ആ ഒരു സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 മാർക്കിന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു, ഒബ്ജക്റ്റീവ്സ് ചോദിച്ചു, പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലിമിറ്റേഷൻ ചോദിക്കുന്നു, പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നു. അതൊന്നും ഓർ ക്വസ്റ്റ്യൻസ് പോലും അല്ലായിരുന്നു. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വരുന്നതാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അഡീഷണൽ ഇൻഫർമേഷൻ കൂടി വരുമ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് പഠിക്കണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ പ്രൊഫോമ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അത് വൃത്തിയായിട്ട് പഠിക്കുകയും വേണം.
എന്നിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും മെയിനായിട്ട് മുന്നിൽ വരും. തീർച്ചയായിട്ടും അതും വരും. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതിൻ്റെയൊക്കെ പ്രൊഫോമ സഹിതം പഠിച്ചതിന് ശേഷം ഒരു പ്രോബ്ലം, എല്ലാം കൂടിയുള്ള ഒരു സെറ്റ് പ്രോബ്ലം എങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ചെയ്യണം. അത് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് വേണം. അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോൾ എങ്ങനെയാണെന്ന്, അതായത് ഒരു ട്രയൽ ബാലൻസ് തന്നിട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മളോട് ചോദിക്കും. അത് 5 മാർക്കിനുള്ള ചോദ്യമാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ പ്രൊഫോമ എങ്കിലും പഠിച്ചിട്ട് നമുക്ക് അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും. ഏറെക്കുറെ ഐറ്റംസൊക്കെ സെയിം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എടുത്തെഴുതാനെങ്കിലും പറ്റും. അപ്പോൾ കുറേ മിസ്റ്റേക്സ് ഇനി വന്നു പോയെങ്കിൽ തന്നെ നമുക്ക് അത്രയും എഴുതുമ്പോൾ മൊത്തം മാർക്കൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും പ്രൊഫോമ പഠിക്കണം. ഒരു പ്രോബ്ലം എങ്കിലും ചെയ്തിട്ട് വേണം പോകാൻ. ഇനി അതുപോലെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഡിഫറൻസ്, അതായത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫെയിമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന 3 മാർക്കിനാണ്. അതുപോലെ മറ്റൊരു ചോദ്യം, എക്സ്പ്ലെയിൻ ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓൺ ദ ബേസിസ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ന്യൂ പാർട്ട്ണർ ആൻഡ് ഗിവ് ജേണൽ എൻട്രി വെൻ എക്സസ് എമൗണ്ട് ഈസ് വിഡ്രോൺ ബൈ ദ പാർട്ട്ണർ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം മനസ്സിലായി കാണും അല്ലേ? അതിനകത്ത് തന്നെ ഈ പറയുന്നത് പോലെ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, അതുപോലെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫെയിം, അതിനകത്തു നിന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പോൾ റീവാലുവേഷൻ ആണെങ്കിലും റിയലൈസേഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് അത് പഠിച്ചിട്ട് പോകാമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലെടുക്കേണ്ട കാര്യം. അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ജേണൽ പ്രോപ്പർ എന്താണ്, അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്താണ്, അതിനൊരു എക്സാമ്പിളൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ എന്താണ് സബ്സ്ക്രിപ്ഷൻ എന്ന് ചോദിക്കാം. ഫോർഫീച്ചർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഷെയർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്. നെയിം ദ അക്കൗണ്ട് ടു വിച്ച് പ്രീമിയം എമൗണ്ട് വിൽ ബി ട്രാൻസ്ഫേർഡ്, പ്രീമിയം എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണ്. അത്തരത്തിലൊക്കെയുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 3 മാർക്ക് ചോദ്യമാണ്, എന്യൂമറേറ്റ് എനി 6 ഐറ്റംസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് എ ഡിസീസ്ഡ് പാർട്ട്ണർ ആർ എൻറ്റൈറ്റിൽഡ് ടു എന്ന് പറഞ്ഞിട്ട്, അത് ഡെത്ത് ഓഫ് എ പാർട്ട്ണറിൽ വരുന്നതാണ്. അതുപോലെ തന്നെ വീണ്ടും ഗുഡ് വിൽ എന്താണെന്ന് പഠിച്ചു കൊള്ളണം. അതുപോലെ തന്നെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഗുഡ് വില്ലിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചോദ്യം വരാം. അതുപോലെ തന്നെ ഈ അണ്ടർ സബ്സ്ക്രിപ്ഷനും ഓവർ സബ്സ്ക്രിപ്ഷനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ചോദ്യങ്ങളാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഷെയർസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനൊരു എക്സാമ്പിൾ. അപ്പോൾ ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ഒരു തവണ ചോദിച്ചു, ഷെയർസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് മറ്റൊരു തവണ ചോദിച്ചു. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വെക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായി കാണുമല്ലോ. ഉറപ്പായിട്ടും അതൊരു 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാം. അതുപോലെ തന്നെ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഈ ഫോർഫീച്ചർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഫോർഫീച്ചർ ഓഫ് ഷെയറിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ബാലൻസ് ഷീറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും എന്തായാലും അതിൽ കാണുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതായത് ഏപ്രിൽ 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലും ഈ സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവാനുള്ളതേ ഉള്ളൂ അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അത്യാവശ്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയല്ലോ. ആ ഒരു രീതിക്കൊന്ന് പഠിച്ച് നോക്കുക കേട്ടോ. താങ്ക്